യുഗയുഗങ്ങളായി തിന്മയ്ക്കു മുന്നിൽ ധർമ്മം പതറുമ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ഭൂമിയിലേക്കിറങ്ങിവരും, ധർമ്മസംസ്ഥാപനത്തിനായി, ദുഷ്ടനിഗ്രഹത്തിനായി. എന്നാൽ ആ സുരലോകവും ഭൂമിയും പണ്ടുകണ്ട മറ്റവതാരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു ഈ അവതാരം. സാക്ഷാൽ വിഷ്ണുഭഗവാന്റെ 4ാമത്തെ അവതാരം, നരസിംഹം. വിശന്നുവലഞ്ഞ സിംഹത്തിന്റെ മുഖവും അസുരചക്രവർത്തിയെ വിറപ്പിച്ച ആയുധങ്ങളുള്ള മനുഷ്യശരീരവും. അവൻ മനുഷ്യനോ മൃഗമോ, അതോ രണ്ടും ചേർന്ന ഒരത്ഭുതമോ? ഒരു സാധാരണ വധവും ഒരു സാധാരണ യുദ്ധവുമല്ല ഇത്. തിളച്ചുമറിയുന്ന കോപവുമായി പ്രഹ്ലാദന്റെ ഭക്തിക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സാക്ഷാൽ നരസിംഹമൂർത്തിയുടെ ആ അത്ഭുത കഥ. തൂൺ പിളർന്ന രൗദ്രഭാവവും ഒരു രാജവംശമൊടുങ്ങിയ രഹസ്യവും നമുക്ക് കാണാം ഈ വീഡിയോയിൽ. ഭക്തിയുടെയും ഭയത്തിന്റെയും ഒരേ സമയം പ്രതീകമായ ഒരവതാരം, അതാണ് നരസിംഹം. പ്രപഞ്ചനാഥനായ ബ്രഹ്മാവിന്റെ കൊച്ചുമകൻ പോലും എങ്ങനെ ഒരു അസുരനായി മാറിയെന്നതും വെറുമൊരു കൊച്ചുബാലന്റെ വാക്കിനുവേണ്ടി സാക്ഷാൽ വൈകുണ്ഠനാഥൻ തൂണുപിളർന്ന് പുറത്തുവന്നതും പുരാണങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. സന്ധ്യാസമയത്തെ അശുഭമുഹൂർത്തത്തിൽ ജനിച്ചതും വൈകുണ്ഠത്തിലെ കാവൽക്കാരായ ജയവിജയന്മാർക്ക് ലഭിച്ച ശാപവുമാണ് ബ്രഹ്മാവിന്റെ വംശത്തിൽ പിറന്നിട്ടും ഹിരണ്യകശിപുവിനെ ഒരു അസുരനാക്കി മാറ്റിയത്. തന്റെ സഹോദരനെ വധിച്ച വിഷ്ണുവിനോടുള്ള അടങ്ങാത്ത പകയും തനിക്ക് മരണമില്ലെന്ന വരത്തിന്റെ അഹങ്കാരവും അവനെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനാക്കി മാറ്റി. എന്നാൽ അസാധ്യമായ വരങ്ങളെപ്പോലും തന്റെ ബുദ്ധികൂർമ്മത കൊണ്ട് ഭഗവാൻ എങ്ങനെ മറികടന്നു? ആ തൂണിനുള്ളിൽ നിന്ന് പുറത്തുവന്ന ആ രൗദ്രരൂപം ഹിരണ്യകശിപുവിനെ എങ്ങനെ നേരിട്ടു? ലോകത്തെ നടുക്കിയ ആ നരസിംഹാവതാരത്തിന്റെ ആവേശകരമായ കഥ എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഭഗവാൻ വിഷ്ണുവിന്റെ നിത്യവാസസ്ഥലമായ വൈകുണ്ഠം. അവിടെ സ്വർണവാതിലിനു മുന്നിൽ ഗദയുമേന്തി കാവൽ നിൽക്കുകയാണ് അതിശക്തരായ ജയനും വിജയനും, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സേവകർ. ഒരിക്കൽ ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, അതായത് സനകാദി മഹർഷിമാർ ഭഗവാനെ കാണാൻ അവിടെയെത്തി. അവർ വലിയ ജ്ഞാനികളാണെങ്കിലും കാണാൻ ചെറിയ കുട്ടികളെപ്പോലെയായിരുന്നു. ജയൻ പരിഹാസത്തോടെ തടഞ്ഞുകൊണ്ട്, "നിൽക്കൂ, ഈ കൊച്ചുകുട്ടികൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. ഭഗവാനിപ്പോൾ വിശ്രമത്തിലാണ്." മഹർഷിമാർ പറഞ്ഞു, "ഞങ്ങൾ ഭഗവാന്റെ ഭക്തരാണ്. ഞങ്ങളെ തടയാൻ നിങ്ങൾക്കധികാരമില്ല. ഭഗവാനെ കാണാൻ സമയമോ കാലമോ നോക്കേണ്ടതില്ല." വിജയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "കുട്ടിക്കളി മാറ്റിവെച്ച് തിരിച്ചുപോകൂ. വൈകുണ്ഠത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്." തങ്ങളെ തിരിച്ചറിയാതെ പരിഹസിച്ച കാവൽക്കാരുടെ അഹങ്കാരം കണ്ട് മഹർഷിമാർക്ക് ദേഷ്യം വന്നു. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, "ഭഗവാന്റെ സാമീപ്യത്തിലിരുന്നിട്ടും വിനയമില്ലാത്ത നിങ്ങളിൽ അസുരഗുണങ്ങളാണ് കാണുന്നത്. അതിനാൽ നിങ്ങളീ വൈകുണ്ഠത്തിൽ നിന്ന് പുറത്തായി ഭൂമിയിൽ അസുരന്മാരായി ജനിക്കട്ടെ." ശാപം കേട്ടതും ജയവിജയന്മാർ ഭയന്നു വിറച്ചു. അവർ മഹർഷിമാരുടെ കാലിൽ വീണു മാപ്പപേക്ഷിച്ചു. ആ ശബ്ദം കേട്ട് സാക്ഷാൽ വിഷ്ണുഭഗവാൻ ലക്ഷ്മീ സമേതനായി അവിടേക്കെഴുന്നള്ളി. ഭഗവാൻ വിഷ്ണു, "മഹർഷിമാരെ, എന്റെ സേവകർക്ക് പറ്റിയ തെറ്റിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ശാപം വ്യർത്ഥമാകില്ല." ഭഗവാൻ ജയവിജയന്മാരെ നോക്കി മൃദുവായി പറഞ്ഞു, "നിങ്ങൾക്ക് മുന്നിൽ 2 വഴികളുണ്ട്. എന്റെ ഭക്തന്മാരായി ഭൂമിയിൽ 7 ജന്മങ്ങളെടുക്കാം, അല്ലെങ്കിൽ എന്റെ ശത്രുക്കളായി 3 ജന്മങ്ങൾ മാത്രമെടുക്കാം. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്?" ജയവിജയന്മാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "ഭഗവാനെ, അങ്ങയെ പിരിഞ്ഞ് 7 ജന്മങ്ങൾ കഴിയാൻ ഞങ്ങൾക്കാവില്ല. ശത്രുക്കളായിട്ടാണെങ്കിലും അങ്ങയുടെ കൈകൊണ്ട് തന്നെ മരണം വരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് 3 ജന്മങ്ങൾ മതി. അങ്ങനെയായാൽ വേഗത്തിൽ അങ്ങയുടെ അടുത്തേക്ക് തിരികെ വരാമല്ലോ." അങ്ങനെ അവർ കൃതയുഗത്തിൽ ഇവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജനിച്ചു. ഇവരെ വധിച്ചത് വിഷ്ണുഭഗവാന്റെ വരാഹാവതാരവും നരസിംഹാവതാരങ്ങളാണ്. ത്രേതായുഗത്തിൽ ഇവർ രാവണനും കുംഭകർണനുമായി ജനിച്ചു. ഇവരെ വധിച്ചത് ഭഗവാന്റെ ശ്രീരാമ അവതാരമാണ്. ദ്വാപരയുഗത്തിൽ ഇവർ ശിശുപാലനും
ദന്തവക്രനുമായി ജനിച്ചു. ഇവരെ വധിച്ചത് ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരമാണ്. ഇതോടെ അവരുടെ 3 ജന്മങ്ങളും പൂർത്തിയായി. നമ്മളിതിൽ അവരുടെ ആദ്യത്തെ ജന്മത്തെപ്പറ്റിയാണ് കാണാൻ പോകുന്നത്. ഇനി നമുക്ക് കഥ തുടങ്ങാം. ഭഗവാൻ ബ്രഹ്മാവിന്റെ പൗത്രനായ കശ്യപ മഹർഷി തന്റെ ആശ്രമത്തിൽ സന്ധ്യാവന്ദനത്തിന് ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പത്നി ദിതി അവിടെ എത്തിയത്. ദിതി പറഞ്ഞു, സ്വാമി, എനിക്ക് പുത്രസൗഭാഗ്യം വേണം. ഈ നിമിഷം തന്നെ എനിക്കതിനുള്ള അനുഗ്രഹം നൽകിയാലും. കശ്യപർ ഗൗരവത്തിൽ പറഞ്ഞു, ദേവി, ഇത് സന്ധ്യാസമയമാണ്. പകലും രാത്രിയും സന്ധിക്കുന്ന ഈ വേള പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമുള്ളതാണ്. ഈ സമയത്ത് ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് അശുഭമാണ്. പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണത്. ദയവായി അല്പം കാത്തിരിക്കൂ. പക്ഷേ ദിതി തന്റെ വാശിയിൽ ഉറച്ചുനിന്നു. ഒടുവിൽ വിധിക്ക് കീഴടങ്ങി കശ്യപർ സമ്മതിച്ചു. ആ അശുഭകരമായ സന്ധ്യാസമയത്ത് ദിതി ഗർഭം ധരിച്ചു. പെട്ടെന്ന് പ്രകൃതിയിൽ മാറ്റങ്ങൾ കണ്ടുതുടങ്ങി. ഇടിമിന്നലുകൾ ഭൂമിയെ പിടിച്ചുലച്ചു. ഭയന്നുപോയ ദിതി ചോദിച്ചു, സ്വാമി, എന്താണിത്? ഭൂമി കുലുങ്ങുന്നു, ആകാശം കത്തുന്നു. കശ്യപർ നെടുവീർപ്പോടെ പറഞ്ഞു, ദേവി, ഞാൻ നിന്നോട് പറഞ്ഞതാണ്. ഈ അസമയത്തെ ജനനം ലോകത്തിന് വിനയമാകും. നിന്റെ ഗർഭപാത്രത്തിൽ വളരുന്നത് അതിശക്തരായ 2 അസുരന്മാരാണ്. അവർ ലോകത്തെ വിറപ്പിക്കും, ദേവന്മാരെ തുരത്തും, സജ്ജനങ്ങളെ ഉപദ്രവിക്കും. വൈകുണ്ഠത്തിലെ ആ ശാപം പേറുന്ന ജയവിജയന്മാർ നിന്റെ മക്കളായി ജനിക്കാൻ പോകുന്നു. ദിതി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്റെ മക്കൾക്ക് മോക്ഷം ലഭിക്കില്ലേ? അവർക്ക് നന്മയുണ്ടാകില്ലേ? കശ്യപർ പറഞ്ഞു, വിഷമിക്കേണ്ട. അവർ ഭഗവാൻ വിഷ്ണുവിനോട് നേരിട്ട് ഏറ്റുമുട്ടും. ഒടുവിൽ സാക്ഷാൽ നാരായണൻ തന്നെ നേരിട്ട് വന്ന് അവരെ വധിക്കും. ഭഗവാന്റെ കൈകൊണ്ട് മരണം വരിക്കുന്നതിലൂടെ അവർക്ക് ശാപമോക്ഷം ലഭിക്കും. കാലം കടന്നുപോയി. ദിതി ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. ആദ്യം പുറത്തുവന്നത് ഹിരണ്യകശിപു. രണ്ടാമത് ജനിച്ചത് ഹിരണ്യാക്ഷൻ. അവർ വളർന്നപ്പോൾ ലോകം മുഴുവൻ അവരുടെ ശക്തിക്ക് മുന്നിൽ വിറച്ചു. അതിൽ രണ്ടാമനായ ഹിരണ്യാക്ഷൻ അതിക്രൂരനായിരുന്നു. ഒരിക്കൽ അവൻ തന്റെ ശക്തി തെളിയിക്കാൻ വേണ്ടി ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയി പാതാളത്തിലെ ആഴക്കടലിനടിയിൽ ഒളിപ്പിച്ചുവെച്ചു. ഭൂമി നഷ്ടപ്പെട്ടതോടെ ലോകം നശിക്കാൻ തുടങ്ങി. ദേവന്മാരും ഋഷിമാരും പരിഭ്രമിച്ചു. ഈ അവസരത്തിലാണ് ഭഗവാൻ വിഷ്ണു ഭീമാകാരമായൊരു വരാഹത്തിന്റെ അഥവാ കാട്ടുപന്നിയുടെ രൂപമെടുത്ത് സമുദ്രത്തിനടിയിലേക്ക് പോയി ഹിരണ്യാക്ഷനെ വധിച്ച് തന്റെ കൊമ്പുകൾക്കിടയിൽ ഭൂമിയെ സുരക്ഷിതമായി ഉയർത്തിക്കൊണ്ടുവന്നു. ഈ വരാഹാവതാരത്തിന്റെ ആവേശകരമായ കഥ നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ഹിരണ്യകശിപുവിന്റെ പ്രതികാരത്തിലേക്ക് തിരിച്ചുപോകാം. തന്റെ പ്രിയപ്പെട്ട അനിയൻ മരിച്ച വാർത്തയറിഞ്ഞ ഹിരണ്യകശിപു ക്രോധം കൊണ്ട് ജ്വലിച്ചു. അവന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. അലറിക്കൊണ്ടവൻ പറഞ്ഞു, വിഷ്ണുവേ, ചതിയിലൂടെ നീ എന്റെ അനിയനെ കൊന്നു. ഒരു മൃഗത്തിന്റെ വേഷം കെട്ടിവന്ന് നീ അവനെ തകർത്തല്ലേ? ഇതിന് ഞാൻ പകരം വീട്ടും. ഇനി ഈ ലോകത്ത് വിഷ്ണു എന്ന പേരാരും ഉച്ചരിക്കാൻ പാടില്ല. എല്ലാ ദേവന്മാരും എന്റെ കാൽ കീഴിൽ വരണം. അതിനായി എനിക്കാർക്കും തകർക്കാൻ പറ്റാത്ത വരം വേണം. ഹിരണ്യകശിപു തന്റെ മന്ത്രിമാരോട് ആജ്ഞാപിച്ചു, ഞാൻ തപസ്സിനു പോകുന്നു. ബ്രഹ്മാവിൽ നിന്ന് അമരത്വം നേടാതെ ഞാൻ മടങ്ങിവരില്ല. ഹിരണ്യകശിപു നേരെ പോയത് മന്ദരപർവ്വതത്തിലേക്കാണ്. അവിടെ അവൻ ചെയ്ത തപസ് സാധാരണ ഒന്നായിരുന്നില്ല. 100 കണക്കിന് വർഷങ്ങൾ അവൻ ഒരു കാലിൽ നിന്ന് തപസ്സു ചെയ്തു. അവന്റെ ശരീരത്തിൽ ചിതൽപുറ്റുകൾ വളർന്നു. മാംസമെല്ലാം നശിച്ച് എല്ലുകൾ മാത്രമായി. എന്നിട്ടും ആ തപസ്സിന്റെ ശക്തികൊണ്ട് പ്രപഞ്ചം മുഴുവൻ ചൂടുപിടിക്കാൻ തുടങ്ങി. ഒടുവിൽ ആ തപസ്സിനു മുന്നിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടാൻ നിർബന്ധിതനായി. മന്ദരപർവ്വതത്തിലെ ആ കഠിനമായ തപസ് ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു. ഹിരണ്യകശിപുവിന്റെ ശിരസിൽ നിന്ന് പുറപ്പെട്ട തപോഗ്നി ദേവലോകത്തെപ്പോലും പൊള്ളിക്കാൻ തുടങ്ങിയപ്പോൾ സാക്ഷാൽ ബ്രഹ്മാവ് തന്റെ ഹംസവാഹനത്തിൽ ഭൂമിയിലേക്കെഴുന്നള്ളി. ചിതൽപുറ്റുകൾ മൂടിക്കിടന്ന എല്ലും തോലുമായ ആ രൂപത്തിന്മേൽ ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ തീർത്ഥം തളിച്ചു. നിമിഷനേരം കൊണ്ട് ഹിരണ്യകശിപു പഴയതിനേക്കാൾ കരുത്തനായി എഴുന്നേറ്റുനിന്നു. ബ്രഹ്മാവ്,
പുത്ര ഹിരണ്യകശിപു, നിന്റെ തപസ്സിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. നിനക്കാവശ്യമുള്ള വരം ചോദിച്ചോളൂ, നിനക്ക് ഞാനത് നൽകും. ഹിരണ്യകശിപു ഭക്തിയോടെയല്ല, മറിച്ച് അഹങ്കാരത്തോടെ ബ്രഹ്മാവിനെ നോക്കി വന്ദിച്ചു. അവനു വേണ്ടത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, മരണമില്ലാത്ത അവസ്ഥ. ഹിരണ്യകശിപു പറഞ്ഞു, പിതാമഹ, എനിക്ക് മരണമില്ലാത്ത അവസ്ഥ നൽകണം. എനിക്ക് അമരത്വം വേണം. ബ്രഹ്മാവ് പുഞ്ചിരിയോടെ, അത് സാധ്യമല്ല മകനെ. ജനിച്ച ഏതൊരു ജീവിയും ഒരിക്കൽ മരിക്കണം. അത് പ്രകൃതി നിയമമാണ്. അതിനാൽ മരണമില്ലാത്ത അവസ്ഥയൊഴികെ മറ്റെന്തും ചോദിച്ചോളൂ. ഹിരണ്യകശിപു ഒന്ന് ചിന്തിച്ചു. നേരിട്ട് അമരത്വം കിട്ടില്ലെങ്കിൽ മരണത്തിന്റെ എല്ലാ വഴികളും അടച്ചുകളയാൻ അവൻ തീരുമാനിച്ചു. അവൻ ചോദിച്ചു, ശരി ഭഗവാനെ, എങ്കിൽ എനിക്ക് ഈ വരങ്ങൾ നൽകണം. അവിടുന്ന് സൃഷ്ടിച്ച ഒരു ജീവിയാലും മനുഷ്യനോ മൃഗമോ ദേവനോ എനിക്ക് മരണം സംഭവിക്കരുത്. വീടിന്റെ അകത്തോ പുറത്തോ വെച്ച് ഞാൻ മരിക്കരുത്. പകലോ രാത്രിയോ എനിക്ക് മരണമുണ്ടാവരുത്. നിലത്തോ ആകാശത്തോ വെച്ച് എന്നെ കൊല്ലാൻ ആർക്കും സാധിക്കരുത്. ഒരായുധം കൊണ്ടും എന്റെ ജീവൻ എടുക്കരുത്. ബ്രഹ്മാവ് അല്പനേരം ആലോചിച്ചു. എല്ലാ പഴുതുകളും അടച്ച വരമാണ് അവൻ ചോദിക്കുന്നത്. എങ്കിലും തപസ്സിന് ഫലം നൽകണമല്ലോ. ബ്രഹ്മാവ് പറഞ്ഞു, തഥാസ്തു, നീ ചോദിച്ച വരങ്ങളെല്ലാം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. ഇനി നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല. അസുരരാജാവിന്റെ അഹങ്കാരം. വരം കിട്ടിയതോടെ ഹിരണ്യകശിപുവിന്റെ ഭാവം മാറി. അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ ചിരികേട്ട് മലനിരകൾ വിറച്ചു. ഹിരണ്യകശിപു അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ ഹാ ഹാ, ഇനി എന്നെ ആരു കൊല്ലും? വിഷ്ണു, നീ കേൾക്കുന്നുണ്ടോ? ഞാൻ അമരനായിരിക്കുന്നു. ഇനി ഈ ലോകത്തിന് ഒരേയൊരു ദൈവമേയുള്ളൂ. അത് ഞാനാണ്, ഹിരണ്യകശിപു. അവൻ നേരെ കൊട്ടാരത്തിലേക്ക് മടങ്ങി തന്റെ സൈന്യത്തോടാജ്ഞാപിച്ചു, ഇന്നുമുതൽ ഈ പ്രപഞ്ചത്തിലെവിടെയും വിഷ്ണുവിന്റെ പേര് കേൾക്കരുത്. യാഗങ്ങളും പൂജകളും എനിക്കുവേണ്ടി മാത്രം നടത്തുക. ഓം നമോ നാരായണായ എന്നതിനു പകരം ഹിരണ്യായ നമഃ എന്നെല്ലാവരും ജപിക്കണം. ഇത് ലംഘിക്കുന്നവർക്ക് മരണം മാത്രമായിരിക്കും ശിക്ഷ. ലോകം മുഴുവൻ ആ അസുരചക്രവർത്തിയുടെ ഭയത്തിനു കീഴിലായി. പക്ഷേ വിധി അവനെ കാത്തിരുന്നത് സ്വന്തം കൊട്ടാരത്തിനുള്ളിൽ തന്നെയായിരുന്നു. അവന്റെ മകനായി ജനിച്ച പ്രഹ്ലാദൻ ആ അഹങ്കാരത്തിന്റെ കോട്ട തകർക്കാൻ പോകുകയായിരുന്നു. തപസ് കഴിഞ്ഞ് സർവശക്തനായി മടങ്ങിയെത്തിയ ഹിരണ്യകശിപു തന്റെ സാമ്രാജ്യം വിപുലീകരിച്ചു. ഈ സമയത്താണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ, അവന്റെ പത്നിയെ നമ്മൾ പരിചയപ്പെടുന്നത്. ഹിരണ്യകശിപുവിന്റെ പത്നിയുടെ പേര് കയാദു എന്നായിരുന്നു. അസുരരാജാവായ ജംഭന്റെ പുത്രിയായിരുന്നു കയാദു. ഹിരണ്യകശിപു തപസ്സിനു പോയ സമയത്ത് കയാദു ഗർഭിണിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് നടന്ന ഒരു പ്രധാന സംഭവമാണ് പ്രഹ്ലാദന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഹിരണ്യകശിപു തപസ്സിനു പോയ തക്കം നോക്കി ദേവന്മാർ അസുരന്മാരെ ആക്രമിച്ചു. ഗർഭിണിയായ കയാദുവിനെ ഇന്ദ്രൻ തടവിലാക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ വഴിമധ്യേ നാരദമഹർഷി ഇടപെട്ടു. ഇന്ദ്ര, നിരപരാധിയായ ഈ സ്ത്രീയെ വിട്ടയക്കൂ. ഇവരുടെ ഗർഭപാത്രത്തിൽ വളരുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിഷ്ണുഭക്തനാണ്. അവനെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയില്ല. നാരദമഹർഷി കയാദുവിനെ തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് മഹർഷി കയാദുവിന് വിഷ്ണുഭഗവാന്റെ ലീലകളും മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തു. കയാദു അത് കേട്ടുറങ്ങുമ്പോൾ അവളുടെ വയറ്റിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞ്, പ്രഹ്ലാദൻ, എല്ലാം ഹൃദിസ്ഥമാക്കി. കാലങ്ങൾ കഴിഞ്ഞു. ഹിരണ്യകശിപു വരം നേടി തിരിച്ചെത്തി. പ്രഹ്ലാദൻ ജനിച്ചു, വളർന്നു. അവനെ വിദ്യ അഭ്യസിപ്പിക്കാൻ അസുരഗുരുക്കളായ ഷണ്ഡനും അമർക്കനുമെത്തി. ഒരിക്കൽ ഹിരണ്യകശിപു തന്റെ മകനെ മടിയിലിരുത്തി സ്നേഹത്തോടെ ചോദിച്ചു, മകനെ പ്രഹ്ലാദി, ഇത്രയും കാലം നീ പഠിച്ച കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിനക്ക് തോന്നിയത് എന്താണ്? അച്ഛനോട് പറയൂ. പ്രഹ്ലാദൻ അച്ഛന്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തനായി പറഞ്ഞു, അച്ഛാ, ഈ നശ്വരമായ ലോകത്തെ ഉപേക്ഷിച്ച് സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവായ നാരായണനെ ഭജിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ഓം നമോ നാരായണായ എന്നതാണ് ലോകത്തിലെ ഏക സത്യം. ഇതു കേട്ടതും ഹിരണ്യകശിപുവിന്റെ മുഖം ചുവന്നു തുടുത്തു. അവൻ ദേഷ്യത്തോടെഴുന്നേറ്റു. ഹിരണ്യകശിപു അലറിക്കൊണ്ടു പറഞ്ഞു, എന്ത്? എന്റെ കൊട്ടാരത്തിലിരുന്ന് എന്റെ ശത്രുവിന്റെ പേര് നീ ജപിക്കുന്നോ?
ഗുരുക്കളെ, ഇവനെ ആരാണീ ചതി പഠിപ്പിച്ചത്? ഇവന്റെ ബുദ്ധി മാറ്റൂ. ഗുരുക്കന്മാർ പ്രഹ്ലാദനെ കൊണ്ടുപോയി പലവിധത്തിൽ ഉപദേശിച്ചു. പക്ഷേ പ്രഹ്ലാദൻ മാറിയില്ല. വീണ്ടും ഹിരണ്യകശിപു അവനെ വിളിച്ചു. ഇപ്പോഴെങ്കിലും നീ സത്യം മനസ്സിലാക്കിയോ? ആരാണ് ഈ ലോകത്തിലെ ദൈവം? പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, വിഷ്ണുഭഗവാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അവിടുന്ന് തൂണിലും തുരുമ്പിലുമുണ്ട്. അവിടുത്തെ നാമം ജപിക്കുന്നത് മാത്രമാണ് ഏക വഴി. ഹിരണ്യകശിപു കയാതുവിനെ നോക്കി. കയാതു, നോക്കൂ നിന്റെ മകൻ പറയുന്നത്. എന്റെ ശത്രുവിനെ അവൻ പുകഴ്ത്തുന്നു. ഇവനെന്റെ മകനല്ല, എന്റെ ശത്രുവാണ്. ഇവനെ വധിക്കണം. ഹിരണ്യകശിപു തന്റെ സൈനികർക്ക് ആജ്ഞ നൽകി. അവർ പ്രഹ്ലാദനെ ആനകളെക്കൊണ്ട് ചവിട്ടിച്ചു. മലമുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. കടലിൽ കെട്ടിത്താഴ്ത്തി. വിഷം കൊടുത്തു. പക്ഷേ ഓരോ തവണയും പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ട് നാരായണ എന്നു ജപിച്ചു. ഭഗവാൻ അവനെ ഓരോ ആപത്തിൽ നിന്നും രക്ഷിച്ചു. ഒടുവിൽ ഹിരണ്യകശിപു തന്റെ സഹോദരിയായ ഹോളികയെ വിളിച്ചു. അവൾക്ക് തീയിൽ വെന്താൽ മരിക്കാത്ത ഒരു പുതപ്പുണ്ടായിരുന്നു. ഹോളികെ, നീ ഇവനെയും കൊണ്ട് തീയിലിരിക്കൂ. ഇവൻ കത്തിയമരട്ടെ. ഹോളിക പ്രഹ്ലാദനെയും എടുത്ത് തീയിലിരുന്നു. പക്ഷേ അത്ഭുതം, പ്രഹ്ലാദൻ സുരക്ഷിതനായി പുറത്തുവന്നു. ഹോളിക തീയിൽ വെന്തു മരിച്ചു. ഇതാണ് പിൽക്കാലത്ത് ഹോളി ആഘോഷമായി മാറിയത്. ഹോളിയുടെ തലേദിവസം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഹോളികാ ദഹനം എന്നൊരു ചടങ്ങുണ്ട്. വലിയൊരു തീക്കുണ്ഠമൊരുക്കി അതിൽ ഹോളികയുടെ കോലം കത്തിക്കുന്നു. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമാണിത്. പിറ്റേ ദിവസം നമ്മൾ നിറങ്ങൾ ഉപയോഗിക്കുന്നത് പ്രഹ്ലാദന്റെ രക്ഷാകരമായ ആഹ്ലാദത്തെ ആഘോഷിക്കാനാണ്. വസന്തകാലത്തിന്റെ തുടക്കവും തിന്മയുടെ കറുത്ത നിറം മാറി ജീവിതത്തിൽ നിറങ്ങൾ നിറയുന്നതും ഇതിന്റെ പ്രതീകമാണ്. ഇതോടെ ഹിരണ്യകശിപുവിന്റെ സഹനശക്തി നശിച്ചു. അവൻ തന്റെ വാളുമായി പ്രഹ്ലാദന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. കൊട്ടാരത്തിന്റെ മധ്യത്തിൽ ഹിരണ്യകശിപു തന്റെ വാളുമായി പ്രഹ്ലാദന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് കത്തുന്നുണ്ടായിരുന്നു. ഹിരണ്യകശിപു ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഹ്ലാദാ, നീ വീണ്ടും വീണ്ടും ആ വിഷ്ണുവിനെ വിളിക്കുന്നു. എവിടെയാണ് നിന്റെ ആ നാരായണൻ? ഇവൻ ഈ തൂണിലുണ്ടോ? കൊട്ടാരത്തിലെ ഒരു വലിയ കൽത്തൂൺ ചൂണ്ടിക്കാട്ടി അവൻ ചോദിച്ചു. പ്രഹ്ലാദൻ ശാന്തനായി പറഞ്ഞു, അച്ഛാ, ഭഗവാൻ തൂണിലും തുരുമ്പിലുമുണ്ട്. അവിടുന്ന് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഹിരണ്യകശിപു ദേഷ്യത്തോടെ അലറി, എങ്കിൽ ഈ തൂണിൽ നിന്റെ വിഷ്ണു ഉണ്ടെങ്കിൽ അവൻ പുറത്തുവരട്ടെ. ഞാൻ അവനെ ഇന്ന് കൊല്ലും. അട്ടഹസിച്ചുകൊണ്ട് ഹിരണ്യകശിപു തന്റെ ഗദകൊണ്ട് ആ തൂണിൽ ശക്തമായി അടിച്ചു. ലോകം മുഴുവൻ നടുങ്ങിയ ഒരു ശബ്ദത്തോടെ ആ തൂണ് പിളർന്നു. അതിനുള്ളിൽ നിന്ന് പുറത്തുവന്ന രൂപം കണ്ട് ഹിരണ്യകശിപു പോലും ഒരു നിമിഷം തരിച്ചുപോയി. അത് മനുഷ്യനായിരുന്നില്ല, മൃഗവുമായിരുന്നില്ല. സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള, രക്തവർണമായ കണ്ണുകളുള്ള, മൂർച്ചയുള്ള നഖങ്ങളുള്ള നരസിംഹമൂർത്തി. ഭഗവാൻ ഗർജിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിനെ പിടികൂടി. അസുരൻ തന്റെ ആയുധങ്ങളെടുത്ത് ചെറുക്കാൻ ശ്രമിച്ചു. ഹിരണ്യകശിപു ഭയത്തോടെ ചോദിച്ചു, നീ ആരാണ്? മനുഷ്യനോ മൃഗമോ? നരസിംഹം ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിൽ ദേഷ്യത്തോടെ ഗർജിച്ചു. ആസുരാ, നിന്റെ വരമൂർക്കുന്നുണ്ടോ? ഞാൻ മനുഷ്യനുമല്ല, മൃഗവുമല്ല. നിന്റെ അന്ത്യം കുറിക്കാൻ വന്ന നരസിംഹമാണ് ഞാൻ. ഭഗവാൻ അവനെ വലിച്ചിഴച്ച് കൊട്ടാരത്തിന്റെ ഉമ്മറപ്പടിയിലേക്ക് കൊണ്ടുപോയി. നരസിംഹമൂർത്തി ഗർജിച്ചുകൊണ്ട് ചോദിച്ചു, ഹിരണ്യകശിപു, നോക്കൂ, ഇത് നിന്റെ വീടിന്റെ അകമാണോ പുറമാണോ? ഹിരണ്യകശിപു ഭയത്തോടെ പറഞ്ഞു, ഇത് രണ്ടിനുമിടയിലുള്ള ഉമ്മറപ്പടിയാണ്. നരസിംഹമൂർത്തി അടുത്ത വരത്തെ ഗർജിച്ചുകൊണ്ട് ചോദ്യം ചെയ്തു, ഇപ്പോൾ പകലാണോ അതോ രാത്രിയാണോ? ഹിരണ്യകശിപു വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, ഇത് സന്ധ്യാസമയമാണ്. ഭഗവാൻ അവനെ നിലത്തിട്ടില്ല, മറിച്ചു തന്റെ മടിയിൽ കിടത്തി മുകളിലേക്ക് ഉയർത്തി. നരസിംഹം, നീ ഇപ്പോൾ നിലത്താണോ അതോ ആകാശത്തോ? ഹിരണ്യകശിപു പറഞ്ഞു, ഞാൻ അങ്ങയുടെ മടിയിലാണ്, നിലത്തുമല്ല ആകാശത്തുമല്ല. നരസിംഹം തന്റെ മൂർച്ചയുള്ള വിരലുകൾ ഉയർത്തിക്കൊണ്ട് ഗർജിച്ചു, നോക്കൂ അസുരാ, ഞാൻ എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്റെ ഈ നഖങ്ങൾ മാത്രം മതി നിന്റെ അഹങ്കാരം തീർക്കാൻ. ഹിരണ്യകശിപു തന്റെ മരണം മുന്നിൽ കണ്ടു. ബ്രഹ്മാവിൽ നിന്നു വാങ്ങിയ സകല വരങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. നിമിഷനേരം കൊണ്ട് ഭഗവാൻ തന്റെ നഖങ്ങൾ കൊണ്ട് ആ അസുരന്റെ നെഞ്ചു പിളർന്നു, കുടൽമാല പുറത്തെടുത്തു.
അഹങ്കാരിയായ ഹിരണ്യകശിപുവിന്റെ അന്ത്യം അവിടെ സംഭവിച്ചു. ഹിരണ്യകശിപു മരിച്ചു വീണെങ്കിലും ഭഗവാന്റെ കോപമടങ്ങിയില്ല. അദ്ദേഹത്തിന്റെ ഗർജനം കേട്ട് പ്രപഞ്ചം വിറച്ചു. ദേവന്മാരും ഋഷിമാരും പേടിച്ചുമാറി നിന്നു. ഹിരണ്യകശിപുവിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ നഖങ്ങളിലും കൈകളിലും അസുരന്റെ രക്തം പറ്റിയിരുന്നു. ആ ഉഗ്രരൂപത്തിൽ തന്നെ ഭഗവാൻ കൊട്ടാരത്തിന് പുറത്തുള്ള ഒരു കുളത്തിലേക്ക് നടന്നുചെന്നു. ഭഗവാൻ തന്റെ കൈകൾ ആ വെള്ളത്തിൽ മുക്കിക്കഴുകി. അസുരന്റെ അശുദ്ധമായ രക്തം കലർന്നതോടെ ആ കുളത്തിലെ വെള്ളം മുഴുവൻ രക്തവർണമായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ആന്ധ്രാപ്രദേശിലെ അഹോബിലം എന്ന സ്ഥലത്ത് ഇതിന്റെ അടയാളങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെയുള്ള ഒരു കുളത്തെ രക്തകുണ്ഡം എന്നാണ് വിളിക്കുന്നത്. കാരണം ആ കുളത്തിലെ വെള്ളം ഇപ്പോഴും ചോര നിറമാണ്. അപ്പോൾ പ്രഹ്ലാദൻ ഓടിവന്ന് ഭഗവാന്റെ കാൽക്കൽ വീണു. പ്രഹ്ലാദൻ കണ്ണീരോടെ പറഞ്ഞു, ഭഗവാനെ, ശാന്തനാകൂ. അവിടുത്തെ ഭക്തൻ ഇതാ അവിടുത്തെ മുന്നിൽ നിൽക്കുന്നു. ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടതും നരസിംഹമൂർത്തിയുടെ ഭാവം മാറി. വാത്സല്യത്തോടെ ഭഗവാൻ പ്രഹ്ലാദനെ മടിയിലെടുത്തിരുത്തി അനുഗ്രഹിച്ചു. അതിനുശേഷം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രഹ്ലാദനെ അസുരന്മാരുടെ രാജാവായി വാഴിച്ചു. ഭഗവാൻ വിഷ്ണുവിന്റെ ഭക്തനായൊരു രാജാവിനെ കിട്ടിയതോടെ അസുരലോകം പോലും ധർമ്മത്തിന്റെ പാതയിലായി. പ്രഹ്ലാദൻ നീതിയോടെ രാജ്യം ഭരിക്കുകയും ഭഗവത് ഭക്തി ലോകമെങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയാണ് പിൽക്കാലത്ത് മഹാബലി ചക്രവർത്തിയായി മാറുന്നത്. ആ മഹാബലിയെ പരീക്ഷിക്കാനാണ് വിഷ്ണു പിന്നീട് വാമനനായി വരുന്നത്. അങ്ങനെ ഹിരണ്യകശിപു എന്ന അഹങ്കാരത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് നരസിംഹമൂർത്തി ആ അസുരനെ തന്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് കീറിമുറിച്ചു. പ്രകൃതി നിയമങ്ങളെപ്പോലും വെല്ലുവിളിച്ച ഒരുവനെ ആ നിയമങ്ങളൊന്നും ലംഘിക്കാതെ തന്നെ ഭഗവാൻ ഇല്ലാതാക്കി. പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. വിഷ്ണു ഭഗവാന്റെ ഓരോ അവതാരവും വെറും ഒറ്റപ്പെട്ട കഥകളല്ല, മറിച്ച് നൂലിൽ കോർത്ത മുത്തുകൾ പോലെ അവ പരസ്പരം ബന്ധിക്കപ്പെട്ടു കിടക്കുന്നു. തന്റെ ഭക്തനായ പ്രഹ്ലാദനെ ഭഗവാൻ നൽകിയ വാക്ക് ഒരു തലമുറയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഈ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായി അസുരകുലത്തിൽ ജനിച്ചിട്ടും ധർമ്മനിഷ്ഠയോടെ ലോകം ഭരിച്ച ആ ചക്രവർത്തിയാണ് നമ്മുടെ സ്വന്തം മഹാബലി. തന്റെ മുത്തശ്ശന്റെ ഭക്തനായ അതേ ഭഗവാൻ പിന്നീടൊരു കൊച്ചു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ വാമനനായി മഹാബലിയെ തേടിയെത്തുന്നത് എന്തിനായിരുന്നു? കേരളത്തിന്റെ മണ്ണും ഓണവും വാമനാവതാരവുമായി എങ്ങനെയാണ് ബന്ധിപ്പെട്ട് കിടക്കുന്നത്? നരസിംഹത്തിന്റെ ആ രൗദ്രഭാവത്തിനു പിന്നാലെ ശാന്തനായി വന്ന വാമനൻ 3 അടി മണ്ണുകൊണ്ട് ലോകമളന്ന ആ നിഗൂഢമായ കഥ നിങ്ങൾക്കറിയണമെന്നുണ്ടോ? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരറിവ് ലഭിച്ചുവെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്യൂ. അവർ എപ്പോഴെങ്കിലും ബോറടിച്ചിരിക്കുകയാണെങ്കിൽ കേൾക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കഥയാണിത്. അവരും ഇതൊന്ന് ആസ്വദിക്കട്ടെ. എന്റെ ചാനലിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണ്? അത് താഴെ കമന്റ് ബോക്സിലൊന്ന് അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ പുരാണ രഹസ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായ മഹാബലിയുടെയും വാമനന്റെയും ആ നിഗൂഢമായ കഥയുമായി നമുക്കുടനെ കാണാം. അതുവരെ കാത്തിരിക്കൂ.